ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഗറ്റ് ടെക് പി എസ് സി. ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറിൻ്റെ ബൂസ്റ്റർ സെഷൻ മൂന്നാമത്തെ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ബൂസ്റ്റർ സെഷൻ എന്ന് പറഞ്ഞാൽ 25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നാം സെഷനാണ്. അതുകൂടാതെ ഒരു 20 സെഷൻ നമ്മൾ ചെയ്തു. 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങുന്ന ഒരു 20 സെഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബൂസ്റ്റർ സെഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുൻപ് എനിക്ക് പറയാനുള്ളത്, കൃത്യമായിട്ട് നോട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻഫോർമേഷൻസ് വരുന്നത് കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഓക്കെ, അത് ഇനിയുള്ള വീഡിയോസിലൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ ടൈം ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് മന്താണ് എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് ദി ഓൺലി ഡിസഡ്വാൻറ്റേജ് ഇൻ GMAW. അതായത് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് പ്രൊസീജിയറിലുള്ള ഏക ഡിസഡ്വാൻറ്റേജ് ആണ് ചോദിക്കുന്നത്. മോർ കോംപ്ലക്സ് ആൻഡ് ലെസ് പോർട്ടബിൾ, നോ സ്റ്റബ് ലോസ്, പ്രൊഡ്യൂസ് ജോയിൻറ്റ് വിത്ത് ഡീപ്പ് പെനിട്രേഷൻ, തിൻ ആൻഡ് തിക്ക് മെറ്റൽസ് ക്യാൻ ബി വെൽഡഡ്. എൻ്റെ കറക്റ്റ് ആൻസർ മോർ കോംപ്ലക്സ് ആൻഡ് ലെസ് പോർട്ടബിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് GMAWൻ്റെ പ്രൊസീജിയർ നമുക്കിവിടെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടതാണ്. എന്നാലും ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് വയർ ഇലക്ട്രോഡ് ഉണ്ടാവും, അതുപോലെ ഷീൽഡിങ് ഗ്യാസ് വരുന്നതിനൊരു പൈപ്പ് ഉണ്ടാകും, അതുപോലെ കറണ്ട് കണ്ടക്ടറിന് ഒരു പൈപ്പ് ഉണ്ടാകും. അത് വെച്ചിട്ട് നോസിലുള്ളിൽ കൂടെയാണ് നമുക്ക് ഷീൽഡിങ് ഗ്യാസും അതുപോലെ ഇലക്ട്രോഡൊക്കെ ഇവിടെ വരുന്നത്. ഓക്കെ, അതാണ് ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ MAG. ഓക്കെ, മെറ്റൽ ഇനേർട്ട് ഗ്യാസ് വെൽഡിങ്, MIG വെൽഡിങ് ഒക്കെ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസൈനാണ്. അതുമാത്രമല്ല ട്രാൻസ്പോർട്ടേഷനിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ലെസ് പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ ബാക്കിയെല്ലാം അറിയാം അല്ലേ. ബിയും സിയും ഡിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഗ്യാസ് ഇസ് യൂസ്ഡ് ഫോർ ഡീപ്പ് പെനിട്രേഷൻ GMAW ഓഫ് നോൺ ഫെറസ് മെറ്റൽ? ഓക്കെ, GMAWയിൽ നോൺ ഫെറസ് മെറ്റൽസിൽ ഡീപ്പ് പെനിട്രേഷൻ കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഹീലിയം, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ആർഗൺ. അതിലേതാണ്? ഓപ്ഷൻ ഡി ആണ്, ആർഗൺ ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഡീപ്പ് പെനിട്രേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആർഗൺ ഗ്യാസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ആർഗൺ വിത്ത് ഹീലിയം CO2. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസിലുണ്ട്, കണ്ടോ, ഹീലിയം CO2 എന്നൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇവിടെ ഹീലിയം കൊടുക്കുമ്പോൾ എന്താ, പെനിട്രേഷനിൽ അതിൻ്റെ ആ ഒരു വ്യാപ്തിയാണ് കൂടുന്നത്, അല്ലേ, ഡയമീറ്ററാണ് കൂടുന്നത്. അതേപോലെ തന്നെയാണ് CO2. ആർഗൺ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പെനിട്രേഷൻ, കണ്ടോ, പെനിട്രേഷൻ പവർ കൂടുന്നത് ആർഗണിലാണ്. അപ്പോൾ ഇതൊന്ന് നോട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കുക, അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. To maintain the arc length constantly by increasing or decreasing the burn-off rate by establishing a relation between voltage and current and resistance and voltage, none of these. എൻ്റെ ആൻസർ വരുന്നത് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലേ. 2-3 സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആക്കിയപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അത്. അപ്പോൾ അത് പാർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അതിന് ആദ്യം ബേൺ ഓഫ് റേറ്റ് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇതിൻ്റെ മുന്നേ ഡിസ്ക്രൈബ് ചെയ്താണ്, എന്നാലും ഒന്നുകൂടെ പറയാണ്. ബേൺ ഓഫ് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് ദ വെൽഡിംഗ് വയർ ഈസ് മെൽറ്റഡ് ആൻഡ് ട്രാൻസ്ഫേർഡ് അക്രോസ് ദി ആർക്ക് ആൻഡ് ഇൻ ടു ദി വെൽഡ് പൂൾ. അതാണ് ബേൺ ഓഫ് റേറ്റ്. അതായത് ഒരു വെൽഡിംഗ് വയർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും അല്ലേ. ആ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന വെൽഡിംഗ് വയർ എത്ര ശതമാനത്തിലാണ്, അല്ലെങ്കിൽ എത്ര റേറ്റ് വെച്ചിട്ടാണ് അത് ഉരുകിയിട്ട് വെൽഡ് പൂളിലേക്ക് പോകുന്നത്. ഓക്കെ, ബേൺ ഓഫ് റേറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തിത്തീരും. ബേൺ ഓഫ് റേറ്റ് കുറവ് എന്ന് പറഞ്ഞാൽ മെല്ലെയാണ് അത് കത്തിത്തീരുന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ബേൺ ഓഫ് റേറ്റ്. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വയർ കത്തിത്തീരും. അപ്പോൾ നമുക്ക് എന്താകണം, കൂടുതൽ വയർ ഫീഡ് ചെയ്യണം. അല്ലെങ്കിൽ എന്താവും, ലോങ് ആർക്കായി പോകും അല്ലേ. അല്ലെങ്കിൽ ലോങ് ആർക്കായി പോകും. ലോങ് ആർക്കും ഷോർട്ട് ആർക്കും ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ. ലോങ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് കുറേ വിട്ടിട്ടായിരിക്കും. പെട്ടെന്ന് ആ ടിപ്പിൽ കത്തി തീരുമ്പോൾ എന്താവും, ലോങ് ആർക്കായി പോകും. ഇനിയിപ്പം ഫില്ലർ മെറ്റീരിയലിൻ്റെ ബേൺ ഓഫ് റേറ്റ് കുറവാണെങ്കിൽ ഇലക്ട്രോഡും ആ ബേസ് മെറ്റലും തമ്മിൽ വളരെ അടുത്തായിരിക്കും. അപ്പോൾ ഷോർട്ട് ആർക്കായി പോകും. അപ്പോൾ നമുക്ക് ആ ആർക്ക് ലെങ്ത്ത്
മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ, നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആർക്ക് ലെങ്ത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വോൾട്ടേജ് ആൻഡ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലേ? ബേൺ ഓഫ് റേറ്റ് കൂടുന്നതും കുറയുന്നതനുസരിച്ചിട്ട് ആർക്ക് ലെങ്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? വോൾട്ടേജും കറണ്ടും ആയിട്ടുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ആ ആർക്ക് ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് മെത്തേഡ് ഓഫ് ടെസ്റ്റ് യു വിൽ യൂസ് ടു ചെക്ക് എ സർഫസ് ക്രാക്ക് ഓൺ എ മൈൽഡ് സ്റ്റീൽ വെൽഡഡ് ജോയിൻറ്റ് അറ്റ് എ ചീപ്പർ കോസ്റ്റ്? ഓക്കെ, ഇപ്പോൾ ചീപ്പർ കോസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം അത് വിഷ്വൽ ഇൻസ്പെക്ഷൻ ആയിരിക്കും. ഓക്കെ, അത് വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ സർഫസ് ക്രാക്കാണ്, സർഫസിന് മുകളിലുള്ള ക്രാക്കാണ് വിഷ്വൽ ഇൻസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ വന്ന് വിഷ്വൽ ഇൻസ്പെക്ഷൻ. ബാക്കിയൊക്കെ എക്സ്റേ ആണെങ്കിലും അൾട്രാസോണിക് ആണെങ്കിലും മാഗ്നറ്റിക് പാർട്ടിക്കിളൊക്കെ നമുക്ക് എന്ത് വേണം? ഒരു മെഷീനറീസോ അങ്ങനത്തെ കുറച്ച് കൂടുതൽ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യമാണ്. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ബ്രഷ് വെച്ച് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലെൻസ് വെച്ചിട്ട് നമ്മളത് ഇൻസ്പെക്ട് ചെയ്യുക. ദാറ്റ് ഈസ് എ വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേ കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ, അതിന് കൂടുതൽ മെഷീനറീസ് ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ അത് ചീപ്പറായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ GMAW പ്രോസസ് E70S2 2 stands for chemical composition of electrode wire, chemical composition of base metal, chemical composition of inert gas, chemical composition of shielding gases. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടല്ലേ, ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഈ ഇലക്ട്രോഡിൻ്റെ കോഡിംഗ് എന്നത് അല്ലേ. ഇലക്ട്രോഡ് വയറിൻ്റെ കോഡിങ് നമ്മൾ ഇതിൻ്റെ മുന്നേ കുറേ ഡിസ്കസ് ചെയ്ത, ഓരോ ഡിജിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. എന്താണ്? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഇലക്ട്രോഡ് വയർ അല്ലേ, കാരണം ഇലക്ട്രോഡിൻ്റെ കോഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇലക്ട്രോഡ് വയറിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ കെമിക്കൽ കോമ്പോസിഷൻ ഒരു കോമൺ ആണ്. ബേസ് മെറ്റലിൻ്റെ ആണോ, ഇനേർട്ട് ഗ്യാസിൻ്റെ ആണോ, ഷീൽഡിംഗ് ഗ്യാസിൻ്റെ ആണോ, അല്ലെങ്കിൽ ഇലക്ട്രോഡ് വയറിൻ്റെ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ എന്തായിരിക്കും ആൻസർ? കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് ഇലക്ട്രോഡ് വയർ. ഓക്കെ, കാരണം ഇലക്ട്രോഡ് വയറിൻ്റെ കോഡിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നാലും ഒന്ന് കാണിക്കാണ്. ഇവിടെ കണ്ട ERXXSY ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ കോഡിങ് കൊടുത്തത്. അപ്പോൾ ER എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് ഓർ റോഡ്. ഇപ്പോൾ ഇവിടെ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് അല്ലേ, E70 എന്നാണ്. അപ്പോൾ E സ്റ്റാൻഡ്സ് ഫോർ ഇലക്ട്രോഡ്. ഇനി XX എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത്, S എന്ന് പറഞ്ഞാൽ സോളിഡ് വെയർ. ഞാൻ അധികം ഡീപ്പായിട്ട് പോകില്ല, നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ചെയ്താണ്, അതുകൊണ്ട് അല്ലാണ്ട് ഡീപ്പായി പോകില്ല. അതിൽ ലാസ്റ്റ് Y എന്നുള്ള ആ ഡിജിറ്റ് അതാണ് കെമിക്കൽ കോമ്പോസിഷൻ. ഓക്കെ, കെമിക്കൽ കോമ്പോസിഷൻ. അടുത്തത്, വാട്ട് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ട് ടു ദി ഫാബ്രിക്കേഷൻ കോസ്റ്റ്? ഫാബ്രിക്കേഷൻ കോസ്റ്റിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ആണ് ചോദിച്ചത്. പ്രിപ്പറേഷൻ, വെൽഡിങ്, ഫിനിഷിംഗ്, റോ മെറ്റീരിയൽ, വെൽഡിങ്, ഫിനിഷിംഗ്, വെൽഡിങ്, ഫിനിഷിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഫിനിഷിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, മാർക്കറ്റിംഗ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു വെൽഡ് ചെയ്യാനൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് ഓർഡർ കിട്ടി മാർക്കറ്റിലേക്ക് ഇറങ്ങി പോകുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഏതാണ് ഫാബ്രിക്കേഷൻ കോസ്റ്റ് എന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ വരുന്നത് പ്രിപ്പറേഷൻ, വെൽഡിങ്, ഫിനിഷിംഗ്. അപ്പോൾ നമുക്ക് ഓരോരോ കോസ്റ്റുകൾ എന്താ നോക്കാം. ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് വെൽഡിങ് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് എലമെൻറ്റ്സ്. ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഡയറക്റ്റ് ലേബർ ഉണ്ട്, ഡയറക്റ്റ് അതർ എക്സ്പെൻസ് ഉണ്ട്, ഓവർ ഹെഡ്സ് ഉണ്ട്. ഇപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന എന്തിൻ്റെ മുകളിലാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്? പാരൻ്റ് മെറ്റൽ അല്ലേ. ആ പാരൻ്റ് മെറ്റൽ ഒരു മെറ്റീരിയലാണ്, അപ്പോൾ അത് നമുക്ക് വാങ്ങാനുള്ള കോസ്റ്റ്. അതുപോലെ ഇലക്ട്രോഡ് വാങ്ങാനുള്ള കോസ്റ്റ്, അതൊക്കെ മെറ്റീരിയൽ കോസ്റ്റുകളാണ്. ഇനി രണ്ടാമത്തത് ഞാൻ ഈ ബ്ലൂ കളറിലാക്കി ഹൈലൈറ്റ് ചെയ്ത് വെച്ചത് എന്താ വെച്ചാൽ അതാണ് ഇവിടുത്തെ ചോദ്യം. ഫാബ്രിക്കേഷൻ കോസ്റ്റ് എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ലേബർ കോസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഡയറക്റ്റ് ലേബർ കോസ്റ്റിൽ എന്തുണ്ട് കണ്ടോ? കോസ്റ്റ് ഓഫ് ലേബർ ഫോർ പ്രിപ്പറേഷൻ, വെൽഡിങ് ആൻഡ് ഫിനിഷിംഗ് ഓപ്പറേഷൻസ്. അതാണ് ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നെ കണ്ടോ, പ്രിപ്പറേഷൻ, വെൽഡിങ്, ഫിനിഷിംഗ്. അപ്പോൾ അവിടെ ഫാബ്രിക്കേഷൻ കോസ്റ്റിൻ്റെ വേറൊരു പേരാണ് ഇവിടെ ലേബർ കോസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇനി മൂന്നാമത്തെ അതർ എക്സ്പെൻസ് എന്നാൽ പവർ കൺസ്യൂംഡ്, കോസ്റ്റ് ഓഫ് ഫിക്സ്ചേഴ്സ്, അതൊക്കെ അതായത് എത്ര കറണ്ട് വലിച്ചു, അതുപോലെ ഫിക്സർ ഒരു പ്രത്യേക ഫിക്സ്ചർ വെച്ചിട്ടാണ് നമ്മൾ ഈ വെൽഡിങ് കൊടുക്കുന്നത്, അപ്പോൾ അതിന് ഉള്ള കോസ്റ്റുകൾ. ഓക്കെ, പിന്നെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഓവർ ഹെഡ് നമ്മൾ ഈ സൂപ്പർവൈസറായിട്ട് നിൽക്കുന്ന സ്റ്റാഫിന് സാലറി,
ഓഫീസിൻ്റെ ചാർജുകൾ, ഓക്കെ, ഓഫീസിൻ്റെ സ്റ്റേഷനറി സാധനങ്ങൾ, ഓഫീസിൻ്റെ ഇലക്ട്രിസിറ്റി ചാർജുകൾ, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്? ഓവർ ഹെഡ്സിൽ വരുന്നത് കേട്ടോ. അടുത്തത് വിച്ച് സ്റ്റേജ് ദ റൂട്ട് ഗ്യാപ്പ് ഇസ് സെറ്റ് ഇൻ വെൽഡിംഗ് പ്രോസസ്. വെൽഡിംഗ് പ്രോസസ്സിൽ ഏത് സ്റ്റേജിലാണ് റൂട്ട് ഗ്യാപ്പ് സെറ്റ് ചെയ്യുക? ബിഫോർ വെൽഡിംഗ്, ഡ്യൂറിങ് വെൽഡിംഗ്, ആഫ്റ്റർ വെൽഡിംഗ്, ഫിനിഷിംഗ് വെൽഡിംഗ്. അതിൻ്റെ ആൻസർ വരുന്നത് ബിഫോർ വെൽഡിംഗ് സ്റ്റേജ് കേട്ടോ. ഇപ്പോൾ റൂട്ട് ഗ്യാപ്പ് എന്താ നോക്കാം. ഇപ്പോൾ ഇവിടെ വരുന്നതാണ് റൂട്ട് ഗ്യാപ്പ്. ഇവിടെ ഒരു സിംഗിൾ വി ബട്ട് ജോയിൻ്റ് വെച്ചിട്ടുണ്ട്. ആ രണ്ട് പാരല് അടുപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഇടയിൽ വരുന്ന ഈ ഗ്യാപ്പാണ് റൂട്ട് ഗ്യാപ്പ്. ഓക്കെ, അതാണ് റൂട്ട് ഗ്യാപ്പ്. അതുപോലെ റൂട്ട് ഫേസ് ഉണ്ട്, അതുകൂടെ നിങ്ങൾ നോക്കുക കേട്ടോ. അത് ആ വെർട്ടിക്കൽ ദൂരമാണ്, ആ റൂട്ടിലുള്ള വെർട്ടിക്കൽ ദൂരമാണ് റൂട്ട് ഫേസ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്നത് ഈ റൂട്ട് ഗ്യാപ്പ് എപ്പോഴാണ് സെറ്റ് ചെയ്യുക? വെൽഡ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബിഫോർ വെൽഡിങ് സ്റ്റേജാണ്. ഇനി ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? റൂട്ട് ഫേസ് ഇല്ലെങ്കിൽ നമ്മൾ ആ എഡ്ജിനെ വിളിക്കുന്നതാണ് ഫെദർ എഡ്ജ്. ഓക്കെ, ഫെദർ എഡ്ജ്, നോ റൂട്ട് ഫേസ്. റൂട്ട് ഫേസ് ഇല്ലെങ്കിൽ അത് ഫെദർ എഡ്ജ് ആയിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ടെസ്റ്റ് ടു ഫൈൻഡ് ദി ഇന്റേണൽ ഡിഫക്റ്റ് ഓഫ് എ വെൽഡ് വെന്റ് ഇഫ് എക്കോ ട്രാൻസ്മിറ്റഡ് ബൈ സൗണ്ട് വേവ്സ് ഡിസ്പ്ലേഡ് ഓൺ എ കാലിബ്രേറ്റഡ് സ്ക്രീൻ ഓഫ് ടെസ്റ്റിംഗ് യൂണിറ്റ്. നമ്മൾ ഇന്റേണൽ ഡിഫക്റ്റ് കണ്ടെത്തുവാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകളിൽ ഏതിലാണ് സൗണ്ട് വേവ്സ് ഉപയോഗിക്കുന്നത്? സൗണ്ട് കണ്ടു കഴിഞ്ഞാൽ നോക്കാനില്ല, അൾട്രാസോണിക് ടെസ്റ്റ് കേട്ടോ. അൾട്രാസോണിക് ടെസ്റ്റിൽ മാത്രമേ സൗണ്ട് ഉള്ളൂ. ബാക്കി ലേസർ ബീമിൽ ലേസറാണ്, ഇലക്ട്രോൺ ബീമിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്, റേഡിയോഗ്രാഫിക് ടെസ്റ്റിൽ അല്ലെങ്കിൽ എക്സ്റേ ടെസ്റ്റിൽ എക്സ്റേ ആണ്, ലിക്വിഡ് പെനിട്രൻറ്റ് ടെസ്റ്റിൽ ഡൈ ആണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്താണെന്നാലും പറഞ്ഞാണ്. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ. ഓക്കെ, അപ്പോൾ അൾട്രാസോണിക്കിലാണ് എന്ത് വരുന്നത്? സൗണ്ട് വേവ്സ് വരുന്നത്. അടുത്തത്, വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ഗ്യാസ് റെഗുലേറ്റർ ടു ഗെറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലെയിംസ്, മിക്സ് ഗ്യാസസ് ഇൻ റിക്വയർഡ് പൊസിഷൻ, ചേഞ്ച് വോളിയം ഓഫ് ഗ്യാസ് ഫ്ലോയിങ് ഇൻ ടു ദ ബ്ലോ പൈപ്പ്, സെറ്റ് ദി വർക്കിംഗ് പ്രഷർ. ഇപ്പോൾ ഗ്യാസ് റെഗുലേറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു സെറ്റ് ദി വർക്കിംഗ് പ്രഷർ. ഓക്കെ, ഗ്യാസ് റെഗുലേറ്റർ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? കണ്ടോ, സിലിണ്ടറിൻ്റെ മുകളിൽ നമ്മൾ ത്രെഡ് ചെയ്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന സാധനമാണ് ഗ്യാസ് റെഗുലേറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു വാൽവ് ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താവും? ഔട്ട്ലെറ്റിലേക്ക് പോകുന്ന ഗ്യാസിൻ്റെ പ്രഷർ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ കഴിയും, വേരി ചെയ്യാൻ കഴിയും. അത് നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു പ്രഷർ ഗേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഗ്യാസ് പ്രഷറിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ കറക്റ്റ് മെത്തേഡ് ടു റിമൂവ് ദ ചിപ്സ് ഫ്രം ദി ഫയൽ? ബ്ലോ അവേ ദ ചിപ്സ്, ബ്രഷ് ദ ചിപ്സ് അവേ, ഫ്ലഷ് ദ ചിപ്സ് വിത്ത് വാട്ടർ, ഫ്ലഷ് ദ ചിപ്സ് വിത്ത് കൂളൻറ്റ്. എൻ്റെ ആൻസർ വരുന്നത് ബ്രഷ് ദി ചിപ്സ് അവേ. അതായത് ഹാൻഡ് ഫയൽ ഉപയോഗിച്ച് നമ്മൾ വെൽഡ് ചെയ്ത മെറ്റലിൻ്റെ മുകളിൽ നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊടി ഫയലിൻ്റെ ഉള്ളിൽ പോയിട്ട് നിൽക്കും, ആ ടീത്തിനുള്ളിൽ പോയി നിൽക്കും. അത് നമ്മളെന്താ ചെയ്യുക? ഒരു വയർ ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിന് ബ്രഷ് ചെയ്ത് കളയും. ഓക്കെ, അല്ലെങ്കിൽ എന്താവും? പിന്നീട് ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരില്ല, കാരണം ആ പൊടി ഉള്ളതിനെ കൊണ്ട് ആ ഷാർപ്പ് എഡ്ജ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കണം? ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വയർ ബ്രഷ് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ GMAW ആൻഡ് FCAW എക്യുപ്മെൻറ്റ്? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങും ഫ്ലക്സ് കോർഡ് ആർക്ക് വെൽഡിങ്ങും എക്യുപ്മെൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസസ് കേട്ടോ. ശ്രദ്ധിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന കാര്യമായിട്ടുള്ള ഡിഫറൻസ് എന്താണ്? നോസിൽ ആൻഡ് ടോർച്ച്, കൺസ്ട്രക്ഷൻ ഓഫ് ടോർച്ച് ആൻഡ് ഫീഡ് റോളേഴ്സ്, മെഷീൻ ആൻഡ് ടോർച്ച്, ഫീഡ് റോളേഴ്സ് ആൻഡ് ഗ്യാസ് സിലിണ്ടേഴ്സ്. ഓക്കെ, അത് കാഴ്ചക്കുള്ള കാണാൻ മാത്രമുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ വരുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ടോർച്ച് ആൻഡ് ഫീഡ് റോളേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോസിൽ വ്യത്യാസമുണ്ട്, മെഷീനിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷേ ഡിസ്റ്റിങ്ക്റ്റ് ഡിഫറൻസ് വരുന്നത് ഇതിലാണ് കൺസ്ട്രക്ഷൻ ഓഫ് ടോർച്ച് ആൻഡ് ഫീഡ് റോളേഴ്സിനാണ്. നമുക്ക് ഇതിനെ പറ്റി അറിയില്ലേ? ഇപ്പോൾ GMAW FCAW നമുക്കറിയാം. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഈ ടോർച്ച് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 3 സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു, ഷീൽഡിങ് ഗ്യാസ്, സോളിഡ് വയർ ഇലക്ട്രോഡ്, കറണ്ട് കണ്ടക്ടർ ഒക്കെ വരുന്നുണ്ട്. ഫ്ലക്സ് കോർഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡ് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? ഫ്ലക്സ് കോർ ചെയ്തുള്ള ഇലക്ട്രോഡാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ടോർച്ച് ഉണ്ടാക്കുമ്പോൾ അതിൽ ഡയമീറ്ററും അതിൻ്റെ ഡിസൈനിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കൺസ്ട്രക്ഷൻ ഓഫ് ടോർച്ച് എന്ന് പറഞ്ഞാൽ. അതുപോലെ
ഇവിടെ ഫീഡ് റോളേഴ്സ്, അതായത് ഫീഡ് റോളേഴ്സ് പറഞ്ഞാൽ ഇലക്ട്രോഡ് വയറിനെ ഫീഡ് ചെയ്യുന്ന റോളേഴ്സ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് കോഡ് വെൽഡിങ്ങിൽ നേരെ മുകളിൽ തന്നെ ഒരു ഫീഡ് റോളർ ഉണ്ടാവും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു നോസിൽ ഈ ഒരു ടോർച്ചിൻ്റെ ഉള്ളിലാണ് ഓൾറെഡി സോളിഡ് വയർ ഇട്ടുള്ളത്. ഇതിപ്പോൾ നമുക്കിവിടെ മുറിച്ച് കാണിച്ചാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് ദൂരമായിട്ടായിരിക്കും അതിൻ്റെ റോളേഴ്സ് ഉണ്ടാവുക. റോളർ അല്ലെങ്കിൽ അതിൻ്റെ കൊടുക്കുന്ന ഫീഡ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതൊക്കെ തമ്മിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഡിഫറൻസസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ദാറ്റ് ഒബ്സ്ട്രക്റ്റഡ് ജോയിൻറ്റ് കനോട്ട് ബി വെൽഡഡ് ബൈ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്? ഒബ്സ്ട്രക്റ്റ് ചെയ്ത് കിടക്കുന്ന ജോയിൻറ്റ്സ് ഇലക്ട്രോൺ ബീം വെൽഡിങ് ഉപയോഗിച്ച് നമുക്ക് വെൽഡ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ റീസൺ എന്താണ്? ഇലക്ട്രോൺ ബീം ട്രാവൽ ഇൻ കേർവ്ഡ് ലൈൻ, ട്രാവൽ ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ, ട്രാവൽ ഓൺലി ഇൻ സ്ട്രെയിറ്റ് ലൈൻ, ട്രാവൽ ഇൻ സർക്കുലർ ലൈൻ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീം ട്രാവൽ ഓൺലി ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഒരൊറ്റ നേർരേഖയിൽ വരുന്ന സാധനമാണ് ഇലക്ട്രോൺ ബീം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ബീം വെൽഡിങ് ചെയ്യുമ്പോൾ എന്താവണം, ആ ജോയിൻറ്റ് ക്ലിയർ ആയിട്ട് അവിടെ നമ്മൾ മെൻഷൻ ചെയ്ത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അത് കാരണം ചെറിയൊരു ഡയമീറ്ററിൽ വരുന്ന ഒരു സാധനമാണ് ഇലക്ട്രോൺ ബീം. അത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. അവിടെ നമുക്ക് ജോയിൻ്റ് ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിൽ അവിടെ വെൽഡിങ് നടക്കൂല. ഓക്കെ, അതുകൊണ്ടാണ് ഇലക്ട്രോൺ ബീം വെച്ച് വെൽഡിങ് വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ വെൽഡ് ഡിഫക്റ്റ് ഇഫ് ദ വയർ ഫീഡ് സ്പീഡ് ഇസ് ടു ഹൈ ഇൻ GMAW? ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ വയർ ഫീഡ് സ്പീഡ് കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? പോറോസിറ്റി, സ്പാറ്റർ, ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ, ലാക്ക് ഓഫ് പെനിട്രേഷൻ. അത് സ്പാറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കണം. വയർ ഫീഡ് സ്പീഡാണ് കൂടുതൽ, അല്ലാതെ ആ ടോർച്ചിൻ്റെ സ്പീഡല്ല, വയർ ഫീഡ് സ്പീഡാണ് കൂടുതൽ. ഇപ്പോൾ ടോർച്ചിൻ്റെ സ്പീഡാണ് കൂടുതലെങ്കിൽ നമുക്കവിടെ ഇൻകംപ്ലീറ്റ് ഫ്യൂഷൻ്റെ അല്ലെങ്കിൽ ലാക്ക് ഓഫ് പെനിട്രേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ വയർ ഫീഡ് കൂടിപ്പോയതിനെ കൊണ്ട് എന്തായി, കൂടുതൽ വയറ് കത്തി. അപ്പോൾ എന്തായി, കൂടുതൽ ഫ്യൂസ് മെറ്റൽ അവിടെ വന്നു. അത് സ്പാറ്ററാണ്. ഓക്കെ, അടുത്തത്, ഹൗ ടു അവോയ്ഡ് ബേണിംഗ് ഫാസ്റ്റ് ഓഫ് ടങ്സ്റ്റൺ ഇൻ ടിഗ് വെൽഡിങ് പ്രോസസ്? ഓക്കെ, ടങ്സ്റ്റണിനെ ഫാസ്റ്റ് ബേൺ ചെയ്ത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? ലോങ് ആർക്ക് ലെങ്ത്, ബൈ യൂസിങ് DCEP, ബൈ നോട്ട് യൂസിങ് ഷീൽഡിങ്, ബൈ യൂസിങ് കണ്ടാമിനേറ്റഡ് ബേസ് മെറ്റൽ. നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും? ബൈ യൂസിങ് DCEP. അപ്പോൾ എന്താണ് ഈ DCEP? DCEPയും DCENും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സ്ട്രെയിറ്റ് പൊളാരിറ്റി, റിവേഴ്സ് പൊളാരിറ്റി തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പേര് വേറെയാണ്. ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, അതാണ് DCEN. DCEP എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. ഓക്കെ, ഇലക്ട്രോഡ് നെഗറ്റീവ് കൊടുക്കണോ ഇലക്ട്രോഡ് പോസിറ്റീവ് കൊടുക്കണോ അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് DCEP, അതായത് ഇലക്ട്രോഡ് നമ്മൾ പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ടങ്സ്റ്റൺ ഫാസ്റ്റായിട്ട് ബേൺ ചെയ്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അടുത്തത്, വിച്ച് ഈസ് അഡ്ജസ്റ്റഡ് ഇൻ ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ടു എലിമിനേറ്റ് ദ ഡിഫക്റ്റ് ഓഫ് പോറോസിറ്റി? പോറോസിറ്റി നമ്മുടെ ഡിഫക്റ്റ് നമുക്ക് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോൺ ബീം വെൽഡിങ്ങിൽ എന്ത് അഡ്ജസ്റ്റ് ചെയ്യണം? സ്പോട്ട് സൈസ്, ഡിഫ്ലക്ഷൻ, വെൽഡ് പെനിട്രേഷൻ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഇവിടെ ഉത്തരം ഡിഫ്ലക്ഷനാണ്. ഓക്കെ, ഇലക്ട്രോൺ ബീം വെൽഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബീം സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. അവിടെ ചെറിയൊരു ഡയമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ഇലക്ട്രോണിനെ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ നമ്മൾ എന്താക്കണം? അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോറോസിറ്റി ഒഴിവാക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു നേരത്തെ സ്ട്രെയിറ്റ് മാത്രമേ വരുള്ളൂ നമ്മളിക്കൊണ്ട് ഡിഫ്ലക്റ്റ് ചെയ്ത് പോകുക അങ്ങനെയല്ല പറയുന്നത്. സംഭവം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയായിരിക്കും വരിക, പക്ഷെ ആ ബീമിനൊരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ എന്താക്കണം? അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോറോസിറ്റിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഇസ് സ്യൂട്ടബിൾ ഫോർ വെൽഡിംഗ് ഓഫ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബൈ ടിഗ് പ്രോസസ് വിത്ത് DC? ടങ്സ്റ്റൺ ഇനർട്ട് ഗ്യാസ് പ്രോസസ്സ് വഴി സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യുന്ന DC വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെൽഡ് ചെയ്യാൻ ഏത് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ് യൂസ് ചെയ്യുക? പ്യുവർ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്,
സിറിയം ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, സിർക്കോണിയം ടങ്സ്റ്റൺ ഇലക്ട്രോഡ്. അതിൻ്റെ ആൻസർ വരുന്നത് തോറിയേറ്റഡ് ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ബുക്കിൽ എഴുതി വെക്കുക കേട്ടോ. ടൈപ്പ് തോറിയേറ്റഡ് ആണെങ്കിൽ അത് റെഡ് കളറിലാണ് ഇൻഡിക്കേറ്റഡ് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കുന്നത് കളർ കോഡായിരിക്കും കേട്ടോ. തോറിയേറ്റഡ് ആണെങ്കിൽ റെഡ് ആണ്, പ്യൂർ ടങ്സ്റ്റൺ ഗ്രീൻ ആണ്, അങ്ങനെ. സിർക്കോണേറ്റഡ് ആണെങ്കിൽ വൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സംഭവം എഴുതി വെക്കുക. AC ആണോ DC ആണോ? അപ്പോൾ നമുക്കുണ്ടോ തോറിയേറ്റഡിൽ DC വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽസിനെ ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ DC എന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ബാക്കിയൊക്കെ AC ഓർ DC ഉണ്ട്. അപ്പോൾ DC മാത്രം വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്യുന്നത് ഏതാണ്? തോറിയേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലാന്തനൈറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്യൂർ ടങ്സ്റ്റൺ ആണെങ്കിൽ നമുക്ക് ഇവിടെ രണ്ടാമത്തെ ലാന്തനൈറ്റഡ് ബ്ലൂ കളറിൽ കാണുന്നത് AC ഉണ്ട്, DC ഉണ്ട് അല്ലേ. അപ്പോൾ AC DC വെച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ലാന്തനൈറ്റഡ് ഉണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പോൾ DC മാത്രം വെച്ചിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിനെ ചെയ്യുന്നത് തോറിയേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് PQR? പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റീഡ്, പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെസ്പോൺസ്, പ്രൊസീജിയർ ക്വാളിറ്റി റെക്കോർഡ്, പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്. അതിൻ്റെ ആൻസർ വരുന്നത് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡാണ് കേട്ടോ. PQR എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്. അതായത് വെൽഡിംഗ് പ്രൊസീജിയർ നമുക്ക് രണ്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് PQR ഉണ്ട്, വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ WPS ഉണ്ട്. സോ പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ they are the documented values used during the actual welding test and all the inspection and test result obtained from the actual test samples. അപ്പോൾ നമുക്ക് ആക്ച്വലായിട്ട് വെൽഡിംഗ് ടെസ്റ്റ് നടത്തുമ്പോൾ അത് എന്ത് ടെസ്റ്റാണ് നടത്തുക, അവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തത്, അത് നമുക്ക് റെക്കോർഡ് ചെയ്യാനും അതുപോലെ അതിൻ്റെ മുകളിൽ എന്തൊക്കെ ഇൻസ്പെക്ഷൻ നടത്തിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ്, അതെല്ലാം ഈ ഒരു പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡിലേക്കാണ് പോവുക. ഇനി വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് കൊണ്ട് നടക്കുന്ന വെൽഡറാണ്. ഓക്കെ, ഇറ്റ് ഇസ് ടു ബി യൂസ്ഡ് ബൈ ദി വെൽഡർ ടു കണ്ടക്ട് വെൽഡിംഗ് ഓപ്പറേഷൻ. അതിൽ നമുക്ക് ആ ഒരു മെറ്റലിൻ്റെ മുകളിൽ എന്ത് വെൽഡിംഗ് ഓപ്പറേഷൻ ചെയ്യാം അത് മാത്രമേ വെൽഡിംഗ് പ്രൊസീജിയർ സ്പെസിഫിക്കേഷനിൽ ഉണ്ടാകുള്ളൂ. ഓക്കെ, അത് ക്യാരി ചെയ്യുന്നത് ഒരു വെൽഡറാണ്. അടുത്തത്, വാട്ട് ഈസ് എ ഗ്രൂപ്പിംഗ് P കോഡ് നമ്പർ ഫോർ വെൽഡിംഗ് കവേർഡ് അണ്ടർ CU copper and copper based alloys? P1 to P11, P21 to P30, P31 to P35, P43 to P47. അതിൻ്റെ ആൻസർ വരുന്നത് P31 to P35 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രൂപ്പിംഗ് P കോഡ്? ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് വെൽഡിംഗ് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻസ് ദാറ്റ് ആർ റിക്വയർഡ്. നമുക്ക് വെൽഡിംഗ് പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻസിന് നമ്പർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് P നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദേ ആർ അസൈൻഡ് ടു ബേസ് മെറ്റൽസ് അക്കോർഡിംഗ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റീരിയൽസ് സച്ച് ആസ് കോമ്പോസിഷൻ, വെൽഡബിലിറ്റി, ബ്രേസബിലിറ്റി ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരുമിച്ചിട്ടുള്ള മെറ്റീരിയൽസിനെ നമ്മൾ എന്താക്കും, ഒരു ഗ്രൂപ്പ് ചെയ്യും. ഓക്കെ, അതായത് കോമ്പോസിഷനും വെൽഡബിലിറ്റിയും ബ്രേസബിലിറ്റിയും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസൊക്കെ ഏതാണ്ട് ഒരേ ഒരു വാല്യൂസ് വരുന്ന ഒരു മെറ്റീരിയൽസിൻ്റെ ഒരു ഗ്രൂപ്പ് നമ്മളൊരു ഗ്രൂപ്പ് ചെയ്യും. ഇതിനായി നമ്മളൊരു നമ്പർ കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ടൈപ്പ് വെൽഡ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ആ ഒരു ഗ്രൂപ്പിന് നമുക്ക് സെയിം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരേ വെൽഡിങ് പ്രൊസീജിയറിന് നമുക്ക് അതിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ ഇവിടെ ഗ്രൂപ്പിംഗ് P കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് P കോഡ്സ് ഉണ്ട്, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ സ്റ്റീൽ ആൻഡ് സ്റ്റീൽ അലോയ്സ് 1 to 15 കണ്ടോ, അതിലാണ് കോപ്പർ ആൻഡ് കോപ്പർ ബേസ് അലോയ്സ് 31 to 35 കണ്ടില്ലേ. അതാണ് ഇപ്പോൾ ഇവിടെ ചോദ്യം വന്നത് കേട്ടോ. കോപ്പർ ആൻഡ് കോപ്പർ ബേസ് അലോയ്സിന് P കോഡിങ് എത്രയാണ്? P31 to P35 ആണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. അലുമിനിയം ബേസ് അലോയ്സ് 21 to 26 ആണ്. നിക്കലാണെങ്കിൽ 41 മുതൽ 43 അങ്ങനെ പോകട്ടോ. ഇത് വെൽഡിങ്ങിൻ്റെ കേസിലാണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകേണ്ട വെൽഡിങ് ഉണ്ടാവും. വെൽഡിങ്ങിൻ്റെ P കോഡാണിത്. ഇതേ സമയം ബ്രേസിങ് ആകുമ്പം അതിൻ്റെ നമ്പർ മാറും. 107 മുതൽ 108 കോപ്പറിന് കേട്ടോ. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക, ബ്രേസിങ് ആണോ വെൽഡിങ് ആണോ നോക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ടേബിൾ ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ,
Next question, what is the typical advantage of hard facing for a worn out metal? To decrease mechanical property, to increase the labor cost, to increase the idle time, to increase the mechanical operating efficiency. നമ്മളൊരു വോൺ ഔട്ട് മെറ്റൽ, അതായത് തേഞ്ഞു പോയ മെറ്റലിൻ്റെ മുകളിൽ ഹാർഡ് ഫേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഇസ് ടു ഇൻക്രീസ് ദി മെക്കാനിക്കൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. മെക്കാനിക്കൽ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനാണ് ഹാർഡ് ഫേസ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് ഹാർഡ് ഫേസ് നോക്കാം. ഇപ്പോൾ നമുക്കൊരു ബേസ് മെറ്റൽ, ആ ബേസ് മെറ്റലിൻ്റെ മുകളിൽ ഒരു ഹാർഡ് ഫേസ് ലെയർ ഉണ്ടാക്കുക. കണ്ടോ? ഇറ്റ് ഈസ് എ ഡിപ്പോസിഷൻ ഓഫ് തിക്ക് കോട്ടിങ്സ് ഓഫ് ഹാർഡ് വെയർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് ഓൺ എ വോൺ ഓർ ന്യൂ കമ്പോണൻറ്റ്. ഒന്നെങ്കിൽ തേഞ്ഞു പോയത് അല്ലെങ്കിൽ പുതിയ കമ്പോണൻറ്റിൻ്റെ മുകളിലോ ഉണ്ടാക്കുന്നതിനാണ് ഹാർഡ് ഫേസിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്കൊരു മില്ലിംഗ് കട്ടർ, ഓക്കെ, ഗിയറൊക്കെ കട്ട് ചെയ്യാൻ നമ്മൾ മില്ലിംഗ് മെഷീൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന മില്ലിംഗ് കട്ടർ, ആ മില്ലിംഗ് കട്ടറിൻ്റെ ആ ഒരു ടീത്ത് തേഞ്ഞു പോയി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗിയർ കട്ടർ ഉണ്ടോ, ആ ഗിയർ കട്ടറിൻ്റെ ഒരു സർഫസ് തേഞ്ഞു പോയി, അത് കട്ടിങ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ വരുന്ന സാധനങ്ങളാണിത്. ഓക്കെ, അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗം തേഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെന്താക്കും, ഇവിടെ വെച്ചിട്ട് നമ്മളെന്താക്കും, ഒരു ഹാർഡ് ഫേസിങ് ലെയർ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, കുറച്ച് എബ്രസീവ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഫേസിങ് ലെയർ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, അതിൻ്റെ ആ ഒരു മെഷീനിങ് ആയിട്ടുള്ള സംഭവം കൂടി കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഹാർഡ് ഫേസിങ് എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് ഇസ് എ റിസൾട്ട് ഓഫ് കോഡിഫിക്കേഷൻ generally recorded in particular format? Procedure qualification record PQR, welder procedure specification WPS, welding procedure qualification WPS, welder procedure qualification WPQ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലേ. ക്വാളിഫിക്കേഷൻ, റിസൾട്ട് ഓഫ് ക്വാളിഫിക്കേഷൻ ഏത് ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുക? പ്രൊസീജിയർ ക്വാളിഫിക്കേഷൻ റെക്കോർഡ്. ഓക്കെ, PQRലാണ് നമ്മൾ സാധാരണ കൊടുക്കുക. ആ വെൽഡിങ്ങിൻ്റെ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നത് PQRലാണ്. അടുത്തത്, വൈൽ ബ്രേസിംഗ് വെൽ ക്ലീൻഡ് ആൻഡ് ഫ്ലക്സ്ഡ് ജോയിൻറ്റ് വിത്ത് സ്യൂട്ടബിൾ ഫില്ലർ മെറ്റൽ ആൻഡ് ഫ്ലെയിം, ദ ഡിപ്പോസിറ്റഡ് ഫില്ലർ മെറ്റൽ സംടൈംസ് വെറ്റ്സ് ഓൺലി വൺ പ്ലേറ്റ് ഓഫ് ജോയിൻറ്റ്. ഇൻ സച്ച് സിറ്റുവേഷൻ, ഹൗ ഡു യു ഓവർകം ദ പ്രോബ്ലം? ബൈ ചേഞ്ചിങ് ദ ഫ്ലെയിം, ബൈ ഹീറ്റിംഗ് ജോയിൻറ്റ് ഈവൻലി, ബൈ ഇൻക്രീസിങ് ബ്രേസിംഗ് സ്പീഡ്, ബൈ ഡിപ്പോസിറ്റിംഗ് മോർ ഫില്ലർ മെറ്റൽ. അതായത് വെൽ ക്ലീൻ ചെയ്ത് വെച്ച ഫ്ലക്സ് ജോയിൻറ്റും ഒക്കെ ആയിട്ട് നമ്മളൊരു ബ്രേസിങ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ മാത്രമേ ആ ഒരു വെറ്റ്നെസ്, അതായത് ആ ഒരു ഫില്ലർ മെറ്റീരിയൽ മെൽറ്റ് ചെയ്തിട്ട് വരുള്ളൂ, മറ്റേ പ്ലേറ്റിൻ്റെ മുകളിൽ വരുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? നമ്മളതെങ്ങനെ ഓവർകം ചെയ്യും? അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ജോയിൻറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, ബൈ ഹീറ്റിംഗ് ദ ജോയിൻറ്റ് ഈവൻലി. ഇപ്പോൾ കൃത്യമായിട്ട് രണ്ട് ഭാഗം, പ്ലേറ്റിൻ്റെ രണ്ട് സൈഡും കൃത്യമായിട്ട് ഹീറ്റ് ചെയ്ത് ജോയിൻറ്റ് കൃത്യമായിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പ്ലേറ്റിൻ്റെ ഭാഗത്തും ആ ഒരു മെറ്റൽ വന്ന് ഫ്യൂസ് ചെയ്ത് നിന്നോളും. ഓക്കെ, അപ്പോൾ ചോദ്യം മനസ്സിലായില്ലേ? വൈൽ ബ്രേസിംഗ് വെൽ ക്ലീൻഡ് ആൻഡ് ഫ്ലക്സ് ജോയിൻറ്റ്, കൃത്യമായിട്ടുള്ള ക്ലീൻ ചെയ്തിട്ടുള്ള ഫ്ലക്സ്ഡ് ജോയിൻറ്റിൻ്റെ മുകളിൽ പോലും ഇങ്ങനൊരു പ്രശ്നം വന്നാൽ, ഒരു പ്ലേറ്റിൻ്റെ മുകളിൽ മാത്രം വെറ്റ് ചെയ്താൽ എന്താണ് നിങ്ങൾ ചെയ്യുക? ഓക്കെ, അപ്പോൾ നമ്മൾ ജോയിൻറ്റ് ഈവൻലി ഹീറ്റ് ചെയ്തുകൊണ്ട്. ഓക്കെ, അടുത്തത്, വാട്ട് ഡസ് ദ ലെറ്റർ K ഇൻഡിക്കേറ്റ്സ് ഇൻ ദ ഇലക്ട്രോഡ് കോഡിംഗ് EB5426HKX? ഓക്കെ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. അതിൻ്റെ ആൻസർ അയൺ പൗഡർ ഇലക്ട്രോഡ് വിത്ത് 139 to 149% റിക്കവറി. ഓക്കെ, അപ്പോൾ അതിൻ്റെ 139 to 1 റിക്കവറി റേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പോൾ K എന്ന് പറഞ്ഞാൽ അതൊരു എഡീഷണൽ ആയിട്ടുള്ള സാധനം, HKX. ഓക്കെ, ഇപ്പോൾ നമുക്ക് EB5426 ഇത്രയും മതി, ഇത് എഡീഷണലാണ്. Hഉം Kയും Xും ഒക്കെ എഡീഷണലാണ്. അതിൽ K എന്ന് പറഞ്ഞാൽ റിക്കവറി റേറ്റ് ആണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ റേഡിയോഗ്രാഫി ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടില്ല, X ആണ് അതിൻ്റെ സാധനം. അപ്പോൾ ഇവിടെ 139 to 149% റിക്കവറി എന്ന് പറഞ്ഞാൽ റിക്കവറി റേറ്റ് ആണ് അവിടെ കാണിക്കുന്നത്. അതാണ് അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ അവിടെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ Kൻ്റെ സ്ഥാനത്ത് J വരാം, K വരാം, L വരാം. അതൊന്ന് നിങ്ങൾ നോക്കണം. ഉണ്ടോ? J വരാം, K വരാം, L വരാം. J ആണെങ്കിൽ 110 മുതൽ 129% റിക്കവറി റേറ്റ്. Kയും നമ്മളിവിടെ പറഞ്ഞു 130 മുതൽ 149. അപ്പോൾ അതാണ്, ആ റേഞ്ചാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ 150ൻ്റെ മുകളിലാണെങ്കിൽ L ആണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ 139 ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ റേഞ്ച് ഉണ്ട് അവിടെ. അപ്പോൾ റേഞ്ച് ഇതായതിനെ കൊണ്ട് കെ ആണ് അവിടെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് തിൻ മെറ്റീരിയൽസ് ആർ ടു ബി വെൽഡഡ് ബൈ GMAW, വിച്ച് മോഡ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ പ്രിഫർ? തിൻ മെറ്റൽസ് നമ്മൾ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് വഴി വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് മെറ്റൽ ട്രാൻസ്ഫറാണ് പ്രിഫർ ചെയ്യുക? നമ്മൾ ഇതിന് മുന്നേ കുറേ മെറ്റൽ ട്രാൻസ്ഫറിൻ്റെ കോഴ്സസ് നമ്മൾ കണ്ടതാണ്, നമ്മൾ അതിനൊക്കെ ആൻസർ നമുക്ക് കിട്ടിയാണ്. ഇവിടെ തിൻ മെറ്റീരിയൽസ് വെൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് സർക്യൂട്ടിംഗ് ട്രാൻസ്ഫറാണ്. ഓക്കെ, ഷോർട്ട് സർക്യൂട്ടിംഗ് ട്രാൻസ്ഫർ. അതിൻ്റെ കാരണമുണ്ട്, അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഷോർട്ട് സർക്യൂട്ടിംഗ് ട്രാൻസ്ഫറിലാണ് ബാക്കി എല്ലാ പ്രോസസ്സിനേക്കാളും കറണ്ട് കുറവെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് കുറവെടുക്കുന്നതിനെ കൊണ്ട് തന്നെ ഹീറ്റ് ഇൻപുട്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് വെൽഡ് നമുക്ക് തിന്നർ മെറ്റീരിയൽസ് നമുക്ക് വെൽഡ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഒരു ഇത് കിട്ടിയില്ല, എന്താണ് എൻ്റെ കാരണം, റീസൺ കിട്ടിയില്ല. എന്താണ്? കറണ്ട് കുറവാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഹീറ്റ് ഇൻപുട്ട് കുറവായിരിക്കും, അതുകൊണ്ട് നമുക്ക് തിന്നർ മെറ്റീരിയൽസ് വെൽഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, there are 4 modes of metal transfer in GMAW, which one is the least desirable process? ഇത് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ കേട്ടോ. GMAW പ്രോസസ്സിൽ ലീസ്റ്റ് ഡിസൈറബിൾ പ്രോസസ്സ് ഏതാണ്? ഗ്ലോബുലർ ട്രാൻസ്ഫർ. അല്ലെ, നമ്മൾ ഇതിൻ്റെ മുന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. ഗ്ലോബുലർ ട്രാൻസ്ഫർ ലീസ്റ്റ് ഡിസൈറബിൾ പ്രോസസ് ആവാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞാൽ ഹൈ ഹീറ്റാണ്, അതുപോലെ പുവർ വെൽഡ് സർഫസ് ആണ്, സ്പാറ്റർ ഉണ്ടാക്കും ചെയ്യും. ഓക്കെ, ഇതൊക്കെ അതിന് ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ അത് എടുക്കാനുള്ള കാരണം വളരെ കുറവാണ്. ഇറ്റ് ഇസ് എ ലീസ്റ്റ് ഡിസൈറബിൾ പ്രോസസ്സ്. അത് സെലക്ട് ചെയ്യാനുള്ള ഒരു ഇത് വളരെ കുറവാണ്, ക്രൈറ്റീരിയ കുറവാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡാണ് ഷീൽഡിങ് ഗ്യാസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ആർഗണിന് പകരം കാർബൺ ഡൈ ഓക്സൈഡാണ് ഷീൽഡിങ് ഗ്യാസ് എടുക്കുന്നത്. അത് ചീപ്പാണ്. അപ്പോൾ അത് ചെയ്തു വരാൻ കുറച്ചൊരു ചീപ്പറാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്താക്കാം, GMAW പ്രോസസ്സിൽ നമുക്ക് ഗ്ലോബുലർ ട്രാൻസ്ഫർ നമുക്ക് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ട്വിൻ വയർ വെൽഡിംഗ് ആൻഡ് ടാൻഡം വെൽഡിംഗ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഡിപ്പോസിഷൻ റേറ്റ്. ദീസ് ആർ യൂസ്ഡ് കൺജക്ഷൻ വിത്ത് വിച്ച് വെൽഡിംഗ് പ്രോസസ്? സബ്മേർജ് ആർക്ക് വെൽഡിംഗ്, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്, തെർമിറ്റ് വെൽഡിംഗ്, ലേസർ ബീം വെൽഡിംഗ്. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഏത് വെൽഡിങ്ങിലാണ് ഈ ട്വിൻ വയർ വെൽഡിങ്ങും ടാൻഡം വെൽഡിങ്ങും യൂസ് ചെയ്യുന്നത്? ഹൈ ഡിപ്പോസിഷൻ റേറ്റിന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൊടുക്കുന്നത്. അത് ഏതിലാണ് ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിങ്ങിലാണ് ഈ രണ്ട് വെൽഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം രണ്ടും. ഇപ്പോൾ ടാൻഡം വെൽഡിങ് നമുക്ക് വേണ്ടതാണ് ഹൈ ഡിപ്പോസിഷൻ റേറ്റ് അല്ലേ. അപ്പോൾ കൂടുതൽ ഫില്ലർ മെറ്റീരിയൽ അതിലൂടെ പോകണം. അതിന് ടാൻഡം വെൽഡിങ് നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ട് വെൽഡിങ് റോഡ്, ഓക്കെ, വെൽഡിങ് വയർ രണ്ട് റോഡറിൽ കൂടെ രണ്ട് ഡിഫറെൻ്റ് പവർ സോഴ്സ് വഴി എന്താക്കും, ഈ ഒരു ആ വെൽഡ് പൂളിലേക്ക് ഡയറക്റ്റ് ചെയ്യും. കണ്ടോ? അപ്പോൾ നമ്മൾ സാധാരണ ഒന്നാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിപ്പോസിഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ എന്താക്കണം, രണ്ട് ഇലക്ട്രോഡ് വയർ യൂസ് ചെയ്യാണ്. അത് രണ്ട് വഴിക്ക് രണ്ട് പവർ സോഴ്സ് വഴിയാണ് അവിടെ എത്തുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടാൻഡം വെൽഡിങ് എന്ന് പറയുന്നത്. ഇനി ട്വിൻ വയർ വെൽഡിങ് എന്ന് പറഞ്ഞാൽ അവിടെയും രണ്ട് ഇലക്ട്രോഡ് വയർ തന്നെ യൂസ് ചെയ്യുന്നത്, ബട്ട് യൂസിങ് എ സിംഗിൾ പവർ സോഴ്സ്. ഓക്കെ, ഒരൊറ്റ ഒരു പവർ സോഴ്സ് വഴിയാണ് രണ്ടും പ്രവർത്തിക്കുന്നത്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ടാൻഡം ആൻഡ് ട്വിൻ വയർ രണ്ടിലും ഡിപ്പോസിഷൻ റേറ്റ് കൂടുതലാണ്, പക്ഷെ അവരെടുക്കുന്ന പവർ സോഴ്സും അത് ആ ഒരു രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബൂസ്റ്റർ സെഷനിൽ ഞാൻ ആഡ് ചെയ്ത ക്വസ്റ്റ്യൻസ്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അതിൽ വരുന്ന ഇൻഫോർമേഷൻസ് ഞാൻ കുറച്ച് ടേബിൾസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വരയ്ക്കുക. അതുപോലെ ഫിഗറൊക്കെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സംഭവം വെൽഡിങ്ങിൻ്റെ ഓരോ പ്രൊസീജിയറും അതിൻ്റെ ഡിഫറൻസും ഒക്കെ നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത സെഷനിൽ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു.